ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് അൺസർട്ടനിറ്റി റിലേഷൻഷിപ്സ് ഫോർ ക്ലാസിക്കൽ വേവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസിക്കൽ വേവിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്ന അൺസർട്ടനിറ്റി റിലേഷൻസിനെ നമ്മൾ ഡി ബ്രോയി വേവിൻ്റെ കേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി വരുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുക. ദാറ്റ് ഈസ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ്. സോ നമ്മൾ അതിൻ്റെ ക്വാണ്ടം ഫിസിക്സിലേക്ക് വരികയാണ്. ഓക്കെ, സോ Heisenberg uncertainty relation. Heisenberg uncertainty relationships. അപ്പോൾ ഹെയ്സൻബർഗ് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. സോ ഹീസ് എ ജർമ്മൻ ഫിസിസിസ്റ്റ്, വെർണർ ഹെയ്സൻബർഗ്. ഓക്കെ, വെർണർ ഹെയ്സൻബർഗ് വാസ് എ ജർമ്മൻ ഫിസിസിസ്റ്റ്. 1901 to 1976 ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത്. 1901 തൊട്ട് 1976 വരെ. ഓക്കെ, വാസ് എ ജർമ്മൻ ഫിസിസിസ്റ്റ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെർണർ ഹെയ്സൻബർഗ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് തന്നെ ഈ പറഞ്ഞ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോഴറിയാം. ഈ മെട്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വാണ്ടം തിയറിയുടെ ഒരു ഫോർമുലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും വെർണർ ഹെയ്സൻബർഗാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ്. സോ ക്വാണ്ടം ഫിസിക്സിൻ്റെ കേസിൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു ജർമ്മൻ ഫിസിസിസ്റ്റാണ് വെർണർ ഹെയ്സൻബർഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് the uncertainty relationships of classical waves. ക്ലാസിക്കൽ വേവുകളുടെ അൺസർട്ടനിറ്റി റിലേഷൻഷിപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഓൺ എക്സ്റ്റെൻഡിങ് ദിസ് കോൺസെപ്റ്റ്, അതായത് നമ്മൾ ക്ലാസിക്കൽ വേവിൽ പറഞ്ഞ ഈ അൺസർട്ടനിറ്റി റിലേഷൻസ്, ആ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡി ബ്രോയി വേവിൻ്റെ കേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദിസ് കോൺസെപ്റ്റ് ടു ഡി ബ്രോയി വേവ്സ് എന്താണ് വരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ഡി ബ്രോയി വേവ് ലെങ്തിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്കറിയാം. സോ വി ഹാവ് ദിസ് ഡി ബ്രോയി വേവ് ലെങ്ത് എന്താണ്, ലാംഡ എന്ന് പറയുന്നത് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി ആണ്. ഓൾസോ വി ഹാവ്, നമുക്ക് ഈ ഡി ബ്രോയി വേവ് ലെങ്തും വേവ് വെക്റ്ററും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് k is equal to 2π divided by ലാംഡ ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ ഫെമിലിയർ ആണ്. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണെങ്കിൽ നമുക്ക് പി എന്ന് പറയുന്നത് എച്ച് ബൈ ലാംഡ ആണെന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ ലാംഡയ്ക്ക് പകരം എനിക്ക് 2π ഡിവൈഡഡ് ബൈ കെ ആണെന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് കെ ഡിവൈഡഡ് ബൈ 2π എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഈസ് ഈക്വൽ ടു എച്ച് കെ ഡിവൈഡഡ് ബൈ 2π എന്ന് വരും. അപ്പോൾ ഇതിൽ ഈ കാണുന്ന എച്ച് ബൈ 2π എന്ന് പറയുന്ന ടേം ഉണ്ട്. നമ്മൾ ഈ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എച്ച് ഇസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ദി കോമ്പിനേഷൻ എച്ച് ബൈ 2π എന്ന് പറയുന്നതിന് ഈസ് റെപ്രസെൻറ്റഡ് ആസ്, ദ കോമ്പിനേഷൻ എച്ച് ബൈ 2π ഈസ് റെപ്രസെൻറ്റഡ് ആസ്, നമ്മൾ എച്ച് ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇതിന് നമ്മൾ വായിക്കുന്നത് എച്ച് ബാർ എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ എച്ച് ക്രോസ് എന്നൊക്കെ വായിക്കാറുണ്ട്. എച്ച് ബാർ അല്ലെങ്കിൽ എച്ച് ക്രോസ് എന്നൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ഈ എച്ച് ബൈ 2πയെ വിളിക്കുന്ന പേരാണ് എച്ച് ബാർ, വേറെ എച്ച് ഇസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എച്ച് ബാർ എന്ന് പറയുന്നത് ഇവിടെ എച്ച് ഡിവൈഡഡ് ബൈ 2π ആണെന്നറിയാം. എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ 2π വരുമ്പം 2 ഇൻറ്റു 3.14 വരും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ദിസ് വിൽ ബി 1.05 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് എച്ച് ക്രോസ് ഓർ എച്ച് ബാർ.
ഓക്കെ, അപ്പോൾ ജൂൾ സെക്കൻഡിൽ നമുക്ക് പറയാം. അപ്പം എച്ചിൻ്റെ യൂണിറ്റും ജൂൾ സെക്കൻഡാണ്, എച്ച് ബാറിൻ്റെ യൂണിറ്റും ജൂൾ സെക്കൻഡാണ്. നമ്മൾ ജൂൾ സെക്കൻഡിൽ, ഇനി ഇതിനെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡിലാണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെ വാല്യൂ 6.58 × 10⁻⁻16 ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡ് എന്ന് പറയാം. ജൂളിനെ എങ്ങനെയാണ് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ചേഞ്ച് ചെയ്യുക? 1.6 × 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.6 × 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ കൺവേർഷൻ അനുസരിച്ച് നമുക്ക് ഒന്നെങ്കിൽ ജൂൾ സെക്കൻഡിൽ പറയാം, ഇല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡിൽ പറയാം. ഇതാണ് നമ്മുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പി എന്ന് പറയുന്നത് നമുക്ക് HK/2π എന്നാണ് കിട്ടിയത്. ഈ h/2π നമ്മൾ h ബാർ എന്ന് വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? h⁻k ആണെന്ന് പറയാം. ഓക്കെ, പി h⁻k ആണെങ്കിൽ വാട്ട് വിൽ ബി ഡെൽറ്റ പി? ഡെൽറ്റ പി എന്ന് പറയുന്നത് നമുക്ക് h ബാർ ഇൻറ്റു ഡെൽറ്റ കെ ആണെന്ന് പറയാം. Or this implies we can write delta k is equal to delta p divided by h bar ആണെന്ന് പറയാം. ഇനി നമുക്ക് ഈ ക്ലാസിക്കൽ വേവുകളുടെ അൺസർട്ടനിറ്റി റിലേഷൻ, സോ ഫ്രം ദി അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് ഓഫ് ക്ലാസിക്കൽ വേവ്സ്, ഫ്രം അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് ഓഫ് ക്ലാസിക്കൽ വേവ്സ്, ക്ലാസിക്കൽ വേവുകളുടെ കേസിൽ നമ്മൾ പൊസിഷൻ വേവ് നമ്പരും തമ്മിലുള്ള ഒരു അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതിങ്ങനെയായിരുന്നു, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ കെ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 1 ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കിതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഡെൽറ്റ എക്സ് ഇൻറ്റു, ഞാൻ ഈ ഡെൽറ്റ കെയ്ക്ക് പകരം ഇവിടെ ഡെൽറ്റ p/h ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, സപ്പോസ് ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് ട്രാവലിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ നമ്മളിവിടെ പറയുന്ന ഡെൽറ്റ പി എന്ന് പറയുന്നത് ഡെൽറ്റ പി എക്സ് ആണ്. ഓക്കെ, വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ഡെൽറ്റ പി എക്സ്. കാരണം ഇവിടെ ഡെൽറ്റ എക്സ് വരുമ്പോൾ നമുക്കിവിടെ ഡെൽറ്റ പി എക്സ് വരത്തുള്ളൂ. കാരണം പാർട്ടിക്കിൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദ എക്സ് ഡയറക്ഷൻ, വി ആർ മെൻഷനിങ് അബൌട്ട് ദി അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ ഇൻ ദി എക്സ് ഡയറക്ഷൻ. സോ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റവും ഏത് ഡയറക്ഷനിലായിരിക്കും? എക്സ് ഡയറക്ഷനിലായിരിക്കും. സോ ദിസ് വിൽ ബി ഡെൽറ്റ പി എക്സ് ആണ്. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഡിവൈഡ് ബൈ എച്ച് ക്രോസ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 1 എന്ന് പറയാം. ഓർ ഇതിനെ എനിക്ക് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദി ഓർഡർ ഓഫ് എച്ച് ക്രോസ് ആണെന്ന് പറയാം. സോ ഇതാണ് ഹെയ്സൻബർഗിൻ്റെ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദി ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്ന് പറയാം. ഇത് പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിലാണ്. ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ, ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന കേസിൽ ഇതാണ് അൺസർട്ടനിറ്റി റിലേഷൻ. അതേസമയം വൈ ഡയറക്ഷനിലാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി വൈ ഈസ് ഇൻ ദി ഓർഡർ ഓഫ് എച്ച് ക്രോസ്. ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ ഡെൽറ്റ ഇസഡ് ഇൻറ്റു ഡെൽറ്റ പി ഇസഡ് ഈസ് ഇൻ ദി ഓർഡർ ഓഫ് എച്ച് ക്രോസ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ മീനിങ്? ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ മെഷർമെൻ്റ് ആണ്. ഡെൽറ്റ പി എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് ദി അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഈസ് സപ്പോസ് ടു ബി എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എ കോൺസ്റ്റൻ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ പൊസിഷൻ നമ്മൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി കൂടും. ഇനി മൊമെൻറ്റത്തെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്ന് പറഞ്ഞാലുള്ള മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്താണ്? ഇതാണ് ഹെയ്സൻബർഗിൻ്റെ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ നോൺ ആസ് ദി ഹെയ്സൻബർഗ്സ് പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ്. ഹെയ്സൻബർഗ്സ് പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ പൊസിഷനിലുള്ള എന്താണ്
അൺസർട്ടനിറ്റി കുറയുമ്പോൾ മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി കൂടുന്നു, മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി കുറയുമ്പോൾ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി കൂടുന്നു എന്നുള്ളതാണ് മീനിങ്. ഇപ്പോൾ നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പല രീതിയിൽ കാണാം. അതായത് ഡെൽറ്റ എക്സ് നമ്മളിപ്പോൾ എഴുതിയത് എന്താണ്, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദി ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചില ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് ബൈ 2 എന്ന് ചിലയിടത്ത് കാണാം. ചില സ്ഥലങ്ങളിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് കാണാം. ചില സ്ഥലങ്ങളിൽ ഇത് എച്ച് ക്രോസ് എന്ന് കാണാം, ചില സ്ഥലങ്ങളിൽ എച്ച് ക്രോസ് ബൈ 2 എന്ന് കാണാം. അപ്പം അങ്ങനെ പല രീതിയിലുള്ള എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എച്ച് എന്നോ എച്ച് ക്രോസ് എന്നോ എച്ച് ക്രോസ് ബൈ 2 എന്നോ എച്ച് ബൈ 2 എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷേ നമ്മൾ ഇൻ ദ ഓർഡർ ഓഫ് എന്ന് എഴുതുമ്പോൾ നമ്മൾ അതിനെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. നമ്മളെന്താ പറയുന്നത്, എച്ച് ക്രോസിൻ്റെ ഓർഡറിലാണെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇൻ ദ ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എച്ച് ക്രോസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതായത് കൃത്യമായിട്ടുള്ള ഇനീക്വാലിറ്റി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത്. അതിൽ എച്ച് ക്രോസ് എന്ന് പറയുന്നത് എച്ച് ബൈ 2π ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെയും എഴുതാം, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 4π എന്ന് വരും. ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഈ അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ എച്ച് ബൈ 4πയിലെ എച്ച് ബൈ 2π എന്ന് പറയുന്നത് എച്ച് ക്രോസ് ആണ്. അതുകൊണ്ട് നമ്മളിതിനെ എച്ച് ക്രോസ് ബൈ 2 എന്ന് എഴുതുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇനീക്വാലിറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ, പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒന്നും കൊടുക്കാതെ നമ്മൾ സിംപ്ലി ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിൾ നമ്മൾ പറയുന്നത് ഈ എക്സും പി എക്സും എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൊസിഷനും അതിൻ്റെ മൊമെൻറ്റവും 100% ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് ഈ അൺസർട്ടനിറ്റി റിലേഷൻസിൻ്റെ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസൻബർഗിൻ്റെ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ to make a simultaneous determination of the position and the momentum of a particle, with unlimited precision. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും 100% ആക്യുറേറ്റ് ആയിട്ട് സൈമൾട്ടേനിയസ് ആയി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതായത് ഒരേ സമയം നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും 100% ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് ദിസ് ഈസ് ദി ഹൈസൻബർഗ് പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് സാധാരണഗതിയിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങളോട് ഒരു 2 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതിലുള്ള ഓരോ വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ല. അതുപോലെ സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പൊസിഷൻ, അതുപോലെ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് അൺലിമിറ്റഡ് പ്രിസിഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ട ടേമുകളാണ്. സോ ഇതൊക്കെ മിസ്സാവാതെ തന്നെ നമ്മളത് എഴുതേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പാർട്ടിക്കിൾ സപ്പോസ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പൊസിഷൻ എക്സ് എന്നും മൊമെൻറ്റം പി എക്സ് എന്നുമാണ് എടുക്കുക. ആ കേസിൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് ആണ്, അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി എക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്ന് പറയാം. ഇനി സപ്പോസ് നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പൊസിഷനെ നമ്മൾ വൈ എന്നും മൊമെൻറ്റത്തെ പി വൈ എന്നുമാണ് എഴുതുക. അപ്പോൾ നമ്മൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ പി വൈ ആണ്, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ വൈ ആണ്, അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി വൈ ആണ്. അപ്പോൾ ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി വൈ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്ന് വരും.
ഇനി സപ്പോസ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് നമ്മൾ ഇസഡ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇസഡ് ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ പൊസിഷനെ ഇസഡ് എന്നും മൊമെൻറ്റത്തെ പി ഇസഡ് എന്നും എഴുതും. സോ അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ ഇസഡും അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി ഇസഡും ആണ്. അപ്പോൾ ഡെൽറ്റ ഇസഡ് ഇൻറ്റു ഡെൽറ്റ പി ഇസഡ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പാർട്ടിക്കിൾ ഈ എക്സും പി എക്സും ഒരിക്കലും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതുപോലെ വൈയും പി വൈയും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇസഡും പി ഇസഡും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ്. അതേസമയം നിങ്ങളിപ്പം എക്സും പി വൈയും കൂടെ ഞാൻ എടുക്കുകയാണെങ്കിൽ ദ ക്യാൻ ബി മെഷർഡ് സൈമൾട്ടേനിയസ്ലി. കാരണം എക്സും പി എക്സും ആണ് സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. എക്സിൻ്റെ കൂടെ നിങ്ങൾ പി വൈയോ പി ഇസഡോ ആണ് എടുക്കുന്നതെങ്കിൽ ദ ക്യാൻ ബി മെഷർഡ് സൈമൾട്ടേനിയസ്ലി. അതൊരിക്കലും ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എക്സിനെയും പി വൈയെയും അല്ലെങ്കിൽ എക്സിനെയും പി ഇസഡിനെയും ഒന്നും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറയുന്നില്ല. മറിച്ച് ഏതിനേക്കാണ് പറ്റാത്ത, എക്സ് വിത്ത് പി എക്സ്, വൈ വിത്ത് പി വൈ, ഇസഡ് വിത്ത് പി ഇസഡ്, ഈ കോമ്പിനേഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സൈമൾട്ടേനിയസ് ആയിട്ടുള്ള മെഷർമെൻറ്റ് അലൗഡ് അല്ല എന്നുള്ളതാണ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ, പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. നൗ ഇനി നമ്മൾ ഇതിൻ്റെ എനർജി ടൈം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളാണ്, അതിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ദി എനർജി ഓഫ് എ ഫോട്ടോൺ, ദി എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ, നമുക്കറിയാം ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. ഈ എച്ച് ന്യൂ എന്നുള്ളതിനെ ഞാൻ എച്ച് ബൈ 2π ഇൻറ്റു ന്യൂവിനെ 2π ന്യൂ എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ 2π ക്യാൻസൽ ആയതിൽ എച്ച് ന്യൂ തന്നെയാണ്. ഞാൻ താഴെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഓരോ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ ദിസ് ഇസ് ഈക്വൽ എച്ച് ബൈ 2π എന്ന് പറയുന്നത് എച്ച് ബാർ ആണെന്ന് നിങ്ങൾക്കറിയാം. 2π ന്യൂ എന്ന് പറയുന്നത് ഒമേഗയാണെന്നറിയാം. അപ്പോൾ നമുക്കിവിടെ ഇ ഈസ് ഈക്വൽ ടു എച്ച് ബാർ ഒമേഗയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഇ ഈക്വൽ ടു എച്ച് ബാർ ഒമേഗയാണെന്ന് പറയാം. ഇ ഈക്വൽ ടു എച്ച് ബാർ ഒമേഗയാണെങ്കിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് ബാർ ഇൻറ്റു ഡെൽറ്റ ഒമേഗയാണ്, അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ എച്ച് ബാർ ആണെന്ന് പറയാം. ഇനി നമ്മൾ ഈ ക്ലാസിക്കൽ വേവിൻ്റെ അൺസർട്ടൻറ്റി റിലേഷൻസ് പറഞ്ഞിരുന്നു. ആ അൺസർട്ടൻറ്റി റിലേഷനിൽ നിന്നും ഫ്രം അൺസർട്ടൻറ്റി റിലേഷൻഷിപ്പ് ഓഫ് ക്ലാസിക്കൽ വേവ്സ്, from uncertainty relationship of classical waves നമ്മൾ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിരുന്നു, ഡെൽറ്റ ഒമേഗ, അതായത് ആംഗുലാർ ഫ്രീക്വൻസിയിലുള്ള അൺസർട്ടൻറ്റി ഡെൽറ്റ ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 1 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഈ ഡെൽറ്റ ഒമേഗയ്ക്ക് പകരം ഇപ്പോൾ നമുക്ക് കിട്ടിയ ഡെൽറ്റ ഇ ബൈ എച്ച് ബാർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഡെൽറ്റ ഇ ബൈ എച്ച് ബാർ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 1 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈസൻബർഗിൻ്റെ എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻഷിപ്പ്, എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്? ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എനർജിയും അതേപോലെ അതിൻ്റെ ടൈമും 100% ആക്യുറേറ്റ് ആയിട്ട് സൈമൾട്ടേനിയസ് ആയി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻഷിപ്പ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹൈസൻബർഗിൻ്റെ എനർജി ടൈം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ മുമ്പേ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയ വ്യത്യാസം വരുള്ളൂ. എങ്ങനെ എഴുതണം? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ to make a simultaneous determination. It is not possible to make a simultaneous determination of the energy and time coordinate of the energy and time coordinate of a particle, energy and time coordinate of a particle with unlimited precision. നമ്മൾ മുമ്പേ പൊസിഷൻ മൊമെൻറ്റം എന്ന് എഴുതിയിരുന്നതിന് പകരം എനർജിയും ടൈമും ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരുപോലെയാണ്. സോ ദിസ് ഈസ് ദി ഹൈസൻബർഗ്സ് എനർജി ടൈം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. എനർജി ടൈം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. എക്സ്പ്രഷൻ എന്താണ്? ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് ആണ്. അപ്പോൾ നമ്മളോട് ഒരു അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മളതിൻ്റെ എക്സ്പ്രഷൻ കൂടി നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം എനർജിയിലുള്ള അൺസർട്ടനിറ്റി നമ്മൾ കുറയുമ്പോൾ
ടൈമിലുള്ള അൺസർട്ടനിറ്റി കൂടുന്നു. ടൈമിലുള്ള അൺസർട്ടനിറ്റി കുറയുമ്പോൾ എനർജിയിലുള്ള അൺസർട്ടനിറ്റി കൂടുന്നു. സോ ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് അൺസർട്ടനിറ്റീസ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് എച്ച് ബാർ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന കാര്യം. അപ്പോൾ ഹൈസൻബർഗിൻ്റെ പൊസിഷൻ മൊമെൻ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു, എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പഠിച്ചു. അപ്പോൾ ഈ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ പറയുന്നത് എക്സും പി എക്സും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ വൈയും പി വൈയും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇസഡും പി ഇസഡും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞു എനർജിയും ടൈമും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഈ ക്വാണ്ടിറ്റീസിനെയൊക്കെ കൂടെ നമുക്ക് ജനറലായിട്ട് നമുക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട്. ദേ ആർ കോൾഡ് കാനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ്. കാനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ്, അതായത് രണ്ട് വേരിയബിൾ കനോനിക്കലി കോൺജുഗേറ്റ്. ഇവിടെ നമുക്ക് പറയാം എക്സും പി എക്സും ആർ കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ്. വൈ ആൻഡ് പി വൈ ആർ കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾ. ഇസഡ് ആൻഡ് പി ഇസഡ് ആർ കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾ. എനർജി ആൻഡ് ടൈം ആർ കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾ. അപ്പം രണ്ട് വേരിയബിൾ കനോനിക്കലി കോൺജുഗേറ്റ് എന്ന് നമ്മൾ എഴുതിയാൽ അതിൻ്റെ അർത്ഥം വി ആർ നോട്ട് സപ്പോസ് ടു മെഷർ ദോസ് വേരിയബിൾസ് സൈമൾട്ടേനിയസ്ലി വിത്ത് 100% ആക്യുറസി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈസൻബർഗിൻ്റെ ജനറൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒന്നുണ്ട്, ജനറൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ജനറൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്, അതായത് പൊസിഷൻ മൊമെൻറ്റം എന്നോ എനർജി ടൈം എന്നോ സെപ്പറേറ്റ് നമ്മളോട് ചോദിച്ചിട്ടില്ല, മറിച്ച് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ജനറൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നോ ടു കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ്, നോ ടു കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ്. നോ ടു കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അത് എക്സും പി എക്സും വന്നു, വൈ പി വൈ വന്നു, ഇസഡ് പി ഇസഡ് വന്നു, എനർജി ടൈമൊക്കെ വന്നു. ഇതല്ലാത്ത മറ്റുമുണ്ട്, ആംഗിളും ആംഗുലാർ മൊമെൻറ്റും ഒക്കെ വരുന്നുണ്ട്. സോ നോ ടു കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് ക്യാൻ ബി മെഷേർഡ് simultaneously, can be measured simultaneously with unlimited precision, with unlimited precision എന്നുള്ളതാണ് ജനറൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോ ടു കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് ക്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിത് രണ്ടും കൂടെ തിരിച്ചിടരുത്. ചിലർ നോ ടു കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് കനോട്ട് ബി മെഷേർഡ് എന്ന് എഴുതും. അപ്പം അത് രണ്ട് നെഗറ്റീവ് മീനിങ് വന്നു കഴിഞ്ഞാൽ സംഭവം അതിൻ്റെ അർത്ഥം പോസിറ്റീവായി പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കനോട്ട് എന്നല്ല ക്യാൻ തന്നെയാണ്. നോ ടു കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് ക്യാൻ ബി മെഷേർഡ് സൈമൾട്ടേനിയസ്ലി വിത്ത് അൺലിമിറ്റഡ് പ്രിസിഷൻ എന്നുള്ളതാണ് ജനറൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പൊസിഷൻ മൊമെൻ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു, എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു, അതുപോലെ ജനറൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ഇങ്ങനെ പറയാം: ദീസ് റിലേഷൻഷിപ്സ് give an estimate of the minimum uncertainty that can result from any experiment, minimum uncertainty that can result from any experiment എന്ന് വെച്ചാൽ മെഷർമെൻറ്റ് ഓഫ് ദി പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. നമ്മൾ പൊസിഷൻ്റെ മൊമെൻറ്റം കേസിലാണ് പറയുന്നതെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് ദി പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ, measurement of position and momentum of a particle will give a spread of values of width delta x and delta px. അതായത് നമുക്ക് ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ പൊസിഷൻ മൊമെൻ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുമ്പോൾ എന്താ പറഞ്ഞത്, എക്സിനെയും പി എക്സിനെയും ഒരേ സമയം അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് 100% ആക്യുറേറ്റ് ആയി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു എക്സ്പെരിമെൻ്റൽ ലിമിറ്റേഷൻ ആണ് എന്നുള്ളതല്ല, മറിച്ച് അതൊരു അതൊരു പ്രകൃതി സത്യമാണ്. അതായത് നിങ്ങൾ എത്രമാത്രം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഇനി ഭാവിയിൽ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള എന്തെങ്കിലും എക്സ്പെരിമെൻറ്റിൻ്റെ ലിമിറ്റേഷൻ കൊണ്ടല്ല ഈ അൺസർട്ടനിറ്റി ഉണ്ടാവുന്നത്, മറിച്ച് എത്രമാത്രം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമ്മളൊരു മെഷർമെൻറ്റ് നടത്തിയാൽ പോലും ഈ പറഞ്ഞ കനോനിക്കലി കോൺജുഗേറ്റ് ആയിട്ടുള്ള വേരിയബിളുകളെ സൈമൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പൊസിഷനും മൊമെൻറ്റവും മെഷർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂ എക്സ് എന്നോ പി എക്സ് എന്നോ പറയാൻ വേണ്ടി പറ്റില്ല, മറിച്ച് അവിടെ എന്തുണ്ടാവും, ഒരു സ്പ്രെഡ് ഉണ്ടാവും.
അതായത് ഒരു റേഞ്ചേ പറയാൻ വേണ്ടി പറ്റും. ഒരു ഡെൽറ്റ എക്സിൻ്റെ ഒരു എറർ അല്ലെങ്കിൽ ഒരു ഡെൽറ്റ എക്സിൻ്റെ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു ഡെൽറ്റ എക്സിൻ്റെ ഒരു കൃത്യത കുറവ് അവിടെ ഉണ്ടാവും. അതേപോലെ ഒരു ഡെൽറ്റ പി എക്സിൻ്റെ ഒരു കൃത്യത കുറവുണ്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഈസ് വാട്ട് ദി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സെയ്സ് അബൌട്ട് ദി മെഷർമെൻറ്റ് ഓഫ് ദീസ് കനോണിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയും പറയാം, വി ക്യാൻ ഡു നോ ബെറ്റർ ദാൻ ദീസ് ഇക്വേഷൻസ്. അതായത് ഇതിലും ബെറ്റർ ആയിട്ടൊരു മെഷർമെൻറ്റ് പോസിബിൾ അല്ല. ഇതിനേക്കാൾ മോശമായി നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇതിനേക്കാൾ മോശമായിട്ടുള്ള എററുകൾ നിങ്ങളുടെ ഒരു മെഷർമെൻറ്റിൽ വരുത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിലും ബെറ്ററായിട്ട് ഈ ഇക്വേഷൻ, അതായത് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്ന ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്താൽ പോലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് വി ക്യാൻ ഡു നോ ബെറ്റർ ദാൻ ദീസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് ഇതാണ്: നേച്ചർ ഇമ്പോസസ് എ ലിമിറ്റ് ഓൺ ദി accuracy with which we can do experiments. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നേച്ചർ തന്നെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ആക്യുറസിക്ക് ഒരു ലിമിറ്റ് ഇമ്പോസ് ചെയ്യുന്നുണ്ട് ഈ ഓരോ എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ നടത്തുന്ന സമയത്ത്. സോ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതൊരു ഫാക്റ്റാണ്, അതൊരു ട്രൂത്താണ്. ഓക്കെ, നൗ ഇതാണ് നമ്മൾ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം. ഇനി നമ്മൾ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ ഞാൻ പ്രോബ്ലം നമ്പർ 1 എന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2nd എഡിഷൻ സോൾവ് ചെയ്തിരിക്കുന്ന 2 പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: an electron moves in the x direction with a speed of 3.6 into 10 raised to 6 meter per second. Okay, now we can measure its speed to a precision of 1%. Now question the A part എന്ന് പറയുന്നത് ഇതാണ്: with what precision can we simultaneously measure its position? With what precision can we simultaneously measure its position? Question the B part: what can we say about its motion in the y direction? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ആൻ ഇലക്ട്രോൺ മൂവ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിലാണ്. പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലായി. വിത്ത് എ സ്പീഡ് ഓഫ് 3.6 into 10 raised to 6 meter per second. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? എക്സ് ഡയറക്ഷനിലാണ്. സോ വി എക്സ് എന്ന് പറയുന്നത് 3.6 into 10 raised to 6 meter per second ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വി ക്യാൻ മെഷർ ഇറ്റ്സ് സ്പീഡ് ടു എ പ്രിസിഷൻ ഓഫ് 1%. അതായത് നമ്മൾ ഇതിൻ്റെ ഈ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് 1% വരെ, അതായത് നമ്മൾ ഈ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് മെഷർ ചെയ്താൽ അതിലുണ്ടാകാവുന്ന എറർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് പരമാവധി എത്രയായിരിക്കും? 1% ആണ്. അപ്പോൾ ആ 1%നുള്ളിൽ നിർത്തി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആക്യുറേറ്റ് ആയിട്ട് ഇതിനെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി ക്യാൻ മെഷർ ഇറ്റ് സ്പീഡ് ടു എ പ്രിസിഷൻ ഓഫ് 1% എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വി എക്സ്, ഇതിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നതിലുള്ള ആക്യുറസിയുടെ പെർസെൻറ്റേജിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കിവിടെ തന്നിരിക്കുന്ന ഇതാണ് ഗിവൺ വി എക്സ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ്. അപ്പം നമുക്ക് ഡെൽറ്റ വി എക്സ്, അതായത് ഇതിലുള്ള അൺസർട്ടനിറ്റി, ഡെൽറ്റ വി എക്സ് ബൈ വി എക്സ് ഇൻറ്റു 100, ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ പെർസെൻറ്റേജ് എറർ കാണുക.
ഓക്കെ, പെർസെൻറ്റേജ് അൺസർട്ടനിറ്റി കാണുക. അപ്പോൾ ഡെൽറ്റ വി എക്സ് ബൈ വി എക്സ് ഇൻറ്റു 100 ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എത്ര? 1 എന്ന് തന്നിരിക്കുന്നത്. 1% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ പെർസെൻറ്റേജ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സ്പീഡിൻ്റെ പ്രിസിഷൻ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഗിവൺ ഡെൽറ്റ വി എക്സ് ഡിവൈഡഡ് ബൈ വി എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ഈ പറഞ്ഞ ഡെൽറ്റ വി എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. ഈ ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ വി എക്സ് എന്ന് പറയുന്നത്, വി എക്സിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു, വി എക്സ് ഡിവൈഡഡ് ബൈ 100 ആണെന്ന് പറയാം. അപ്പം നമുക്കിവിടെ വി എക്സ് എത്രയാണെന്നുണ്ട്? 3.6 ഇൻറ്റു 10⁶ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് ഡിവൈഡഡ് ബൈ 100 എന്ന് വെച്ചാൽ ദിസ് ഈസ് 3.6 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ നമുക്ക് വെലോസിറ്റിയിലുള്ള അല്ലെങ്കിൽ സ്പീഡിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ വി എക്സ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് വാട്ട് പ്രിസിഷൻ ക്യാൻ വി സൈമൾട്ടേനിയസ്ലി മെഷർ ഇറ്റ്സ് പൊസിഷനാണ്. അപ്പോൾ പൊസിഷനിലുള്ള പ്രിസിഷൻ അല്ലെങ്കിൽ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റിയാണ് നമുക്ക് ബേസിക്കലി നമുക്കവിടെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പീഡിലുള്ള അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി എക്സ് എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി എന്തായിരിക്കും? ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് നമുക്ക് എം ഇൻറ്റു ഡെൽറ്റ വി എക്സ്, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ല, എം ഇൻറ്റു ഡെൽറ്റ വി എക്സ് ആണെന്ന് പറയാം. ഇവിടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. സോ 9.1 ഇൻറ്റു 10⁻³ കിലോഗ്രാം ആണ്. ഡെൽറ്റ വി എക്സ് 3.6 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ വി എക്സ് ആണ്. സോ നമ്മൾ സ്ട്രൈറ്റ് അവേ എമ്മിനെ ഡെൽറ്റ വി എക്സിനെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 32.76 ഇൻറ്റു 10⁻27 മൊമെൻറ്റമാണ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, കാരണം ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പൊസിഷനിലുള്ള ഈ മൊമെൻറ്റത്തെ നിങ്ങൾക്ക് അല്ലെങ്കിൽ വെലോസിറ്റിയെ നിങ്ങൾക്ക് 1% പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ വിത്ത് വാട്ട് പ്രിസിഷൻ ക്യാൻ വി സൈമൾട്ടേനിയസ്ലി മെഷർ ഇറ്റ്സ് പൊസിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊസിഷൻ മൊമെൻറ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എടുക്കുന്നു. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഇസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് എന്ന് പറയുന്നത് 1.05 ഇൻറ്റു 10⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എക്സ് നമുക്ക് 32.76 ഇൻറ്റു 10⁻27 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇത് കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.0320 ഇൻറ്റു 10⁻7 മീറ്റർ എന്ന് കിട്ടും. ഓർ ദിസ് ഇസ് 3.2 നാനോമീറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് 3.2 നാനോമീറ്റർ ആണെന്ന് കിട്ടി. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, വിത്ത് വാട്ട് പ്രിസിഷൻ ക്യാൻ വി സൈമൾട്ടേനിയസ്ലി മെഷർ. അപ്പോൾ ഇത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതായത് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ±3.2 നാനോമീറ്റർ വരെയുള്ള ഒരു ഡിഫറൻസ് അതിലുണ്ടാവാം. അപ്പോൾ ഇത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യാം എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്, വാട്ട് ക്യാൻ വി സേ അബൌട്ട് ഇറ്റ്സ് മോഷൻ ഇൻ ദ വൈ ഡയറക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോൺ മൂവ്സ് ഇൻ എക്സ് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ പറയാം, അതിനൊരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഇതാണ്, സിൻസ് ദ ഇലക്ട്രോൺ ഈസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ. സിൻസ് ദ ഇലക്ട്രോൺ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺ എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സിൻസ് ദ ഇലക്ട്രോൺ ഈസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ, നമുക്ക് എന്ത് പറയാം? അതിൻ്റെ വൈ ഡയറക്ഷനിൽ, ഇലക്ട്രോൺ എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വൈയിലുള്ള അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കാരണം ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന എക്സിലാണ്. അതിന് എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, വൈ കമ്പോണൻറ്റ് 0 ആയിരിക്കും. സോ വി നോ ദാറ്റ് ഇറ്റ്സ് സ്പീഡ് in y direction, we know its speed in y direction precisely. നമുക്ക് പ്രിസൈസ് ആയിട്ട് ഈ y ഡയറക്ഷനിലുള്ള അതിൻ്റെ സ്പീഡ് പറയാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡെൽറ്റ വി വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ വി വൈ 0 ആണെങ്കിൽ ഈ പറഞ്ഞ y ഡയറക്ഷനിലുള്ള അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രം ദി അൺസർട്ടനിറ്റി റിലേഷൻ നമുക്ക് അൺസർട്ടനിറ്റി റിലേഷൻ വൈ ഡയറക്ഷനിലാണ് അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി വൈ ഇസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് അല്ലേ? അപ്പോൾ ഡെൽറ്റ പി വൈ 0 ആണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? മൊമെൻറ്റം 100% ആക്യുറേറ്റ് ആയിട്ട് നമുക്കറിയാം, മൊമെൻറ്റത്തെ കൃത്യമായി അറിയാമെന്നുള്ളതാണ്. മൊമെൻറ്റം കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെൽറ്റ വൈയിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്നുള്ളതാണ്.
അതായത് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് പൂർണ്ണമായും അറിയാമെങ്കിൽ മറ്റേ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എന്താണെന്ന് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതായത് അതിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. കാരണം ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി വൈ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസിൽ ഡെൽറ്റ പി വൈ 0 ആയി പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്തിലേക്ക് പോകും? ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, സോ from the uncertainty relation delta y into delta py is in the order of h. If delta py equal to 0, then delta y എന്ന് പറയുന്നത് and then delta y should be infinite. Then delta y should be infinite ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? we can therefore know nothing at all about the electrons y coordinate. നമ്മളോട് ക്വസ്റ്റ്യൻ ഇതിൻ്റെ വൈ ഡയറക്ഷനിലുള്ള പൊസിഷൻ അറിയാമെന്നുള്ളതാണ്. വാട്ട് ക്യാൻ വി സേ അബൌട്ട് ഇറ്റ്സ് മോഷൻ ഇൻ ദ വൈ ഡയറക്ഷൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വൈ ഡയറക്ഷനിലുള്ള അതിൻ്റെ വെലോസിറ്റി 0 ആണ്. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വി വൈ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി വൈ 0 ആണ്. അൺസർട്ടനിറ്റി റിലേഷൻ പ്രകാരം ഡെൽറ്റ പി വൈ 0 ആയി കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ഇൻഫിനിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ വൈ ഡയറക്ഷനിലുള്ള പൊസിഷനെ പറ്റി നമുക്കൊന്നും അറിയില്ല. ഓക്കെ, നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. നോ, ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യനുമായിട്ട് സിമിലറാണ്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടേക്ക് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോൺ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മറിച്ച് ഇവിടെ ഇലക്ട്രോണിന് പകരം ഇതിനകത്ത് വരുന്ന കറക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, സോ ഇലക്ട്രോൺ അല്ല, പകരം എ ബേസ്ബോളാണ്. എ ബേസ്ബോൾ, അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ മാസ് പറഞ്ഞിട്ടുണ്ട്. എം ഈസ് ഈക്വൽ ടു 0.145 kg ആണ്. സോ എ ബേസ്ബോൾ മൂവ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ വിത്ത് എ സ്പീഡ് എന്ന് പറയുന്നത് ഇതായിരിക്കില്ല, പകരം 42.5 m/s എന്നാണ് സ്പീഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻ എല്ലാം അതേപോലെ തന്നെയാണ്. ക്യാൻ വി മെഷർ ഇറ്റ്സ് സ്പീഡ് ടു എ പ്രിസിഷൻ? ഓക്കെ, വി ക്യാൻ മെഷർ ഇറ്റ്സ് സ്പീഡ് ടു എ പ്രിസിഷൻ ഓഫ് 1%. ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് വിത്ത് വാട്ട് പ്രിസിഷൻ ക്യാൻ വി മെഷർ സൈമൾട്ടേനിയസ്ലി ഇറ്റ്സ് പൊസിഷൻ? ബി പാർട്ട് വാട്ട് ക്യാൻ വി സേ അബൌട്ട് ഇറ്റ്സ് മോഷൻ ഇൻ ദ വൈ ഡയറക്ഷൻ? അപ്പം ഇലക്ട്രോണിന് പകരം ബേസ്ബോളായി, സ്വാഭാവികമായിട്ട് അതിൻ്റെ മാസ് ചേഞ്ചായി, വെലോസിറ്റിയും ചേഞ്ചായി. ബാക്കി ക്വസ്റ്റ്യൻ എല്ലാം ഇതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രോബ്ലത്തെ നമുക്ക് ഏത് രീതിയിൽ മാറ്റി എഴുതാം എന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചെയ്ത അതേ രീതിയാണ്, വ്യത്യാസം വരുന്നത് മാസിൻ്റെ കേസിലും അതേപോലെ ഇതിൻ്റെ വെലോസിറ്റിയുടെ കേസിലുമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഗിവൺ ബേസ്ബോൾ എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ വി എക്സ് എന്ന് പറയുന്നത് 42.5 m/s ആണ്. ഇവിടെ പ്രിസിഷൻ 1% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡെൽറ്റ വി എക്സ് ബൈ വി എക്സ് ഇൻറ്റു 100 എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ഡെൽറ്റ വി എക്സ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ വി എക്സ് ബൈ 100 ആണ്. വി എക്സ് എന്ന് പറയുന്നത് 42.5 m/s ആണ്. ഡിവൈഡഡ് ബൈ 100 വരും. എന്ന് വെച്ചാൽ ഇത് 0.425 m/s എന്ന് വരും ഡെൽറ്റ വി എക്സ്. ഡെൽറ്റ വി എക്സ് ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡെൽറ്റ പി എക്സ്? ഡെൽറ്റ പി എക്സ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ഡെൽറ്റ വി എക്സ് ആണ്. ബേസ്ബോളിൻ്റെ മാസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 0.145 kg ആണ്. സോ ദിസ് ഇൻറ്റു ദിസ് ഡെൽറ്റ വി എക്സ് 0.425 m/s ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ 6.16 ഇൻറ്റു 10⁻². മൊമെൻ്റം ആയതുകൊണ്ട് കിലോഗ്രാം മീറ്റർ/s എന്ന് വരും. സോ 6.16 ഇൻറ്റു 10⁻² കിലോഗ്രാം മീറ്റർ/s എന്ന് നമുക്കിതിൻ്റെ അൺസർട്ടനിറ്റി ഇൻ മൊമെൻ്റം എന്ന് കിട്ടും. 6.16 ഇൻറ്റു 10⁻² കിലോഗ്രാം മീറ്റർ/s. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും അൺസർട്ടനിറ്റി റിലേഷൻ എടുക്കുന്നു. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എക്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഓക്കെ എച്ച് ക്രോസ് എന്ന് പറയുന്നത് 1.05 ഇൻറ്റു 10⁻34 J/s ആണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എക്സ് 6.16 ഇൻറ്റു 10⁻² കിലോഗ്രാം മീറ്റർ/s ആണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടുക 1.7 ഇൻറ്റു 10⁻33 മീറ്റർ എന്ന് കിട്ടും. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഇലക്ട്രോണിൻ്റെ കേസിൽ നമുക്ക് ഈ ഡെൽറ്റ എക്സ് എത്രയായിരുന്നു കിട്ടിയേ? ഓർമ്മയുണ്ട്, ഇലക്ട്രോണിൻ്റെ കേസിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഏതാണ്ട്
3.2 നാനോമീറ്റർ എന്നായിട്ട്, എന്ന് വെച്ചാൽ 3.2 × 10⁻⁻⁹ മീറ്റർ എന്നായിട്ട്. അതേസമയം ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ബേസ്ബോളിൻ്റെ കേസിൽ നമുക്ക് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 1.7 × 10⁻33 മീറ്റർ എന്ന് വെച്ചാൽ ഇത് നെഗ്ലിജിബിളി സ്മോളാണ്. 10⁻33 പവർ, ഇവിടെ 10⁻9 ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിനെ പറ്റി പറയുമ്പോൾ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ സൈസ് ആങ്സ്ട്രോം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആറ്റത്തിൻ്റെ സൈസിൻ്റെ ഓർഡറിലൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇലക്ട്രോണിൻ്റെ കേസിലുള്ള അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇലക്ട്രോണിൻ്റെ കേസിൽ കിട്ടുന്ന പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം ഒരു അറ്റോമിക് ഡയമെൻഷൻ്റെ റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു ബേസ്ബോൾ കളിക്കുമ്പോൾ ബേസ്ബോളിൻ്റെ കേസിലുള്ള പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് 1.7 × 10⁻33 മീറ്റർ എന്ന് വെച്ചാൽ ഇത് വളരെ ചെറിയൊരു വാല്യൂ ആണ്, നെഗ്ലിജിബിളി സ്മോൾ ആണ്. 10⁻33 എന്ന് പറഞ്ഞാൽ എത്രമാത്രം ചെറുതാണെന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. ഒരു ഡെസിമൽ പോയിൻ്റ് ഇട്ട് 33 പൂജ്യം ഇട്ടിട്ട് 1 എന്ന് എഴുതുന്നതാണ്. അപ്പോൾ അത്രമാത്രം ചെറിയ ഒരു അൺസർട്ടനിറ്റി ഫിഗറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്ത് പറയാം? സിൻസ് ദിസ് ഡെൽറ്റ എക്സ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ, ദി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു തമാശയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കനോട്ട് ബി ബ്ലെയിംഡ് ഫോർ ദി ബാറ്റർ മിസ്സിങ് ദ പിച്ച്. അതായത് ഈ ബേസ്ബോൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിൽ ഈ ബാറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ക്യാച്ചറും ഉണ്ട്. അപ്പോൾ ഈ ബാറ്റർ ഇത് മിസ് ചെയ്യുന്നതിനുള്ള റീസണായിട്ട് ഒരിക്കലും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ പറയാൻ പറ്റത്തില്ല എന്ന് നമ്മളൊരു എക്സ്ക്ലമേറ്ററി മാർക്കൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. കാരണം ഇതെന്താണ് നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഇതിൻ്റെ പൊസിഷൻ, ബേസ്ബോളിൻ്റെ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി മെഷർ ചെയ്തപ്പോൾ അത് വളരെ ചെറിയാണ്, 10⁻33 ഓർഡറിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടല്ല ഒരിക്കലും ഈ ബേസ്ബോളിൻ്റെ ഗെയിമിൽ ഒരു ബാറ്റർക്ക് എന്ത് ചെയ്യുന്നത്, ഇതിലെ ബോൾ മിസ്സാവുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ റിയൽ വേൾഡിൽ അത്രയും സിഗ്നിഫിക്കൻ്റ് അല്ല, മാക്രോസ്കോപ്പിക് വേൾഡിൽ സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ അത് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയൊക്കെ കേസിൽ നമ്മുടെ അറ്റോമിക് വേൾഡിലേക്കോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് വേൾഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ക്വാണ്ടം എഫക്ട്സ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് വാട്ട് ക്യാൻ വി സേ അബൌട്ട് ഇറ്റ്സ് മോഷൻ ഇൻ ദ വൈ ഡയറക്ഷൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസിൽ നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടം എഫക്ട്സ് സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പത്തെ തരത്തിലേക്കുള്ള അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് ഈ പറഞ്ഞ ക്വാണ്ടം എഫക്റ്റുകൾ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിലെ ആൻസർ ഇങ്ങനെ പറയാം: ബിക്കോസ് ഓഫ് ദി സ്മോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, quantum effects are not observable for ordinary object. സാധാരണ ഒബ്ജക്റ്റുകൾക്ക് ഈ പറഞ്ഞ ക്വാണ്ടം എഫക്റ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് അല്ല അല്ലെങ്കിൽ ഒബ്സർവബിൾ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങളാണ് നമുക്ക് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലേക്കും അതുപോലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ചില ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.